ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നേരിയ സാരി എങ്ങനെ പ്രീ പ്ലേറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് ഞാൻ വേറൊരു സാരി പ്രീ പ്ലേറ്റിംഗ് ആൻഡ് ബോക്സ് ഹോൾഡിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ. അതിൽ നമ്മൾ യൂസ് ചെയ്ത് 3 ഫിംഗർ റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് പ്ലീറ്റ്, അതായത് അപ്പർ പ്ലീറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മൾ വേറൊരു മെത്തേഡിലാണ് കാണിക്കുന്നത്, അതായത് ഫോൾഡിങ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേരിയ സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ആ സാരി സെക്യൂർ ചെയ്ത് വെക്കുന്ന പിന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് സേഫ്റ്റി പിന്നും അയൺ ബോക്സും ആണ് വേണ്ടത്. അയൺ ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫിലിപ്സിൻ്റെ സ്റ്റീമുള്ള അയൺ ബോക്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സ്റ്റീം ഉള്ളതാകുമ്പോൾ നമുക്ക് ഒത്തിരി ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ അയൺ ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ലൈറ്റായിട്ട് തന്നെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് അയൺ ആൻഡ് പ്രസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു അയൺ ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾ അതെടുക്കുമ്പോഴേക്കും കുറച്ച് ഇങ്ങനെ സിൽക്ക് സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാരി നെറ്റ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ സാരിയുടെ പുറത്ത് വെച്ചിട്ട് അയൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഡയറക്റ്റ് ഹീറ്റ് അടിക്കില്ല. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് അപ്പർ പ്ലേറ്റ് എടുക്കാനായിട്ട് സാരി ഞാൻ മറിച്ചിട്ടേക്കാണ്, അതായത് സാരിയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. എന്നിട്ട് ഞാൻ ദേ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് നമ്മുടെ ബ്രാ സൈസ് അനുസരിച്ചിട്ടാണ് ഫസ്റ്റ് പ്ലേറ്റ് നമ്മൾ എടുക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു 28-34 വരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം. ഒരു എന്താ പറയുക, ഒരു 40-42 ആ ഒരു റേഞ്ചിലുള്ളവർ. പിന്നെ അതിൽ കൂടുതലൊക്കെ ഉള്ളവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. അതിൽ നമ്മൾ സാധാരണ അമ്മമാർ കൈ വെച്ചെടുക്കില്ല, നമ്മുടെ ഫിംഗറിൻ്റെ അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സാരിയിൽ തന്നെ നമുക്ക് ആ ഒരു ബോർഡർ ഉണ്ട്, ആ ബോർഡറിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഫസ്റ്റ് പ്ലീറ്റ് മടക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലീറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം. അപ്പോൾ അതേ പ്ലീറ്റ്സിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള പ്ലീറ്റ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. അതായത് നമുക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ടും കൺഫ്യൂഷൻ തോന്നും, ഭയങ്കര പാടുള്ള മെത്തേഡ് മാതിരി തോന്നും. പക്ഷേ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡും. അതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എല്ലാം നല്ല ഒരേ ലെവലിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും നല്ല മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മടക്ക് മാറ്റാതെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റേ പ്ലീറ്റ് എടുത്ത് ഇതിൽ ലെവൽ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് പാടുള്ള മാതിരി തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ആവാതെ ഇത് റിപ്പീറ്റ് ആക്കി ഒന്ന് കണ്ടാൽ മതി. നന്നായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് നന്നായിട്ട് അയൺ ചെയ്യുകയാണ്. ഇപ്പം സാരി കുറച്ച് ചുളിവുകളുണ്ട്, അതെല്ലാം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് നമ്മൾ ഫോൾഡിങ്സിൻ്റെ ആ ഒരു അടയാളം വെച്ചിട്ടാണ് ഇത് മടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ആ അയൺ ചെയ്യുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഗൈഡ് ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ലൈൻ പിടിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്തടുത്ത പ്ലീറ്റ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെൻറ്റർ ആ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ അയൺ ചെയ്ത ആ ഒരു ലൈന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്നില്ലേ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റോട് കൂടി അത് എടുത്തിട്ട് ആ ഒരു സെൻറ്റർ ലൈനിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ ഒന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒത്തിരി ലൈൻസ് ഇട്ടിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മൾ പ്ലീറ്റ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്റർ ലൈനെ ഒരു ഗൈഡായിട്ട് വെച്ചിട്ട് അപ്പുറത്തെ സൈഡും നമ്മൾ ആ ലൈനിൻ്റെ അതേ ഭാഗത്ത് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ലൈനെ പിടിച്ചിട്ടാണ് നമ്മൾ ഇനി ഫുള്ള് പ്ലേറ്റ്സ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡ് വെച്ചിട്ട് അതും നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ഞാൻ വളരെ ലോ ഹീറ്റിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ഇതായിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റീമുള്ള അയൺ ബോക്സാണ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് സെക്കൻഡ് ഒരു ലൈനും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ സെൻട്രൽ ലൈൻ അല്ലാതെ സെക്കൻഡ് ഇപ്പം നമ്മൾ അയൺ ചെയ്ത ഒരു ലൈനും കൂടെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ മടക്കിയിട്ട് അവിടെയും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അത് അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മൾ ആ സെൻറ്റർ ഗൈഡ് ലൈനിൻ്റെ അവിടം വരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തവണ ഫോൾഡ് ചെയ്യുമ്പോഴും നന്നായിട്ട് ആ എഡ്ജസൊക്കെ നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. ഇപ്പോൾ നമ്മളിതേ സെൻട്രൽ ലൈന് വരെ എത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗം എത്തുന്നവരെ നമ്മളിതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. ഉള്ളിലൊക്കെ നല്ല ലെവൽ ചെയ്ത് നിർത്തിയിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ആ ഇടയ്ക്കുള്ള ആ ഒരു പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചുരുങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാം കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ നമ്മൾ വീണ്ടും അത് സെൻട്രൽ ലൈനിനോട് അടുപ്പിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ എഡ്ജസാണ് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാനുള്ളത്, കാരണം അവിടെയാണ് നമുക്ക് ആ ലൈൻസ് വരേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട്, ആ പ്ലീറ്റ്സ് മാറ്റാതെ തന്നെ ആ ഒരു നമ്മൾ ആദ്യം ഒരു തവണ ചെയ്തില്ല,
അപ്പോൾ ആദ്യം ഒരു തവണ ചെയ്തിട്ട് വിട്ട ആ ഒരു പോർഷൻ എടുത്തിട്ട് വീണ്ടും ആ ഒരു സെക്കൻഡ് ലൈൻ കിട്ടിയില്ല, നമ്മളിപ്പം മറ്റേ അറ്റം ചെയ്ത മാതിരി അതുപോലെ ചെയ്ത് ഇതിനെയും മടക്കി മടക്കി സെൻട്രൽ ലൈൻ വരെ എത്തിക്കുക കേട്ടോ. ഈ ഒരു ലൈൻ ഇപ്പോൾ സെൻട്രൽ ലൈൻ അല്ല, നമ്മളിങ്ങനെ മടക്കി മടക്കി കൊണ്ടുപോകുന്നേ ഉള്ളൂ, അതാണ് സെൻട്രൽ ലൈൻ കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം വരെ നന്നായിട്ട് പ്ലീറ്റ് അല്ല മീൻസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി മടക്കി ആ ഒരു സെൻട്രൽ ലൈനിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം നമുക്കിപ്പോൾ കാണുമ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, കൺഫ്യൂഷൻ ആവും. പക്ഷേ ഇത് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് നമ്മളൊരു സാരി എടുത്ത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് 2 ഭാഗവും നമ്മൾ സെൻട്രൽ ലൈൻ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എഡ്ജസൊക്കെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം ഒത്തിരി ലൈൻസ് വീണാൽ മാത്രമേ ആ ലൈനിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ പ്ലീറ്റ്സും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കണ്ടോ ഒത്തിരി ലൈൻസ് വീണത്. ഇങ്ങനെ ഈ ഒരു ലൈനിൻ്റെ ബേസിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഒരു ലൈനില്ല അതൊന്ന് മടക്കിയിട്ട് നമ്മളിപ്പുറത്ത് ആ ഒരു പ്ലീറ്റിനെ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഓരോ പ്ലേറ്റും ഇങ്ങനെ എടുത്തെടുത്ത് പോവാട്ടോ. അതായത് നമ്മൾ കൂടുതൽ ഇങ്ങനെ അയൺ ചെയ്യുകയോ പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈൻസിനനുസരിച്ച് അതിങ്ങനെ പൊക്കോളൂ കേട്ടോ. അത് നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം. ആ ചുളിവുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയൺ ചെയ്യണമെന്നും വലിയ നിർബന്ധമില്ല, എന്നാലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ടോ ആ ലൈൻസിനനുസരിച്ച് പോകുന്നുണ്ട്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തെടുത്തങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓരോ പ്ലേറ്റും എടുക്കുക, ജസ്റ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക, പോവാട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഈ ഒരു മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് എല്ലാം ഒരേ ലെവലിൽ കിട്ടുമെന്നുള്ളതാണ്. ഒന്നും കയറി ഇറങ്ങിയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വലുത് ഒരു പ്ലേറ്റ് ചെറുത് അങ്ങനെയൊന്നും ഇരിക്കില്ല. എല്ലാം ഒരേ അളവിന് ഒരേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കി മടക്കി എടുക്കുക, ഒന്ന് അയൺ ചെയ്യുക, പിന്നെ മടക്കി എടുക്കുക. അതുപോലെ കണ്ടോ ആ ലൈൻസ് വീഴുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് പ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി മടക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പ്ലേറ്റ്സും ഒരേ ലെവലിലായിട്ട് കിട്ടും. ഇതിപ്പോൾ കുറച്ചിങ്ങനെ താഴ്ന്നിരിക്കുന്നുണ്ട്, അത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് പിടിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സാരി സെക്യൂർ ചെയ്ത് വെക്കുന്ന ആ സാരി പിന്നില്ല, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് മുകളിൽ നമ്മളൊരു പിന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ആ സാരി പിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ആമസോണിൽ വാങ്ങാനായിട്ട് കിട്ടും. ഞാൻ മറ്റേ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊന്ന് കയറി ഇറങ്ങിയിരിക്കുന്ന ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി അയൺ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ആ ഒരു ഭാഗം അയൺ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഇങ്ങനെ പ്ലീറ്റ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കുന്നതൊക്കെ നമുക്കിതുപോലെ സാരി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പിന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഒരേ ലെവലിൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലീറ്റിങ്സ് നന്നായിട്ട് ഒരേ മെഷർമെൻറ്റിൽ ലെവലിലാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പ്ലീറ്റ്സും അതുപോലെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൾഡിങ് മെത്തേഡ് ഞാൻ പറഞ്ഞത് കേട്ടോ. 3 ഫിംഗർ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് പ്ലീറ്റ്സ് എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ, കാരണം മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം ഒരേ ലെവലിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്ന് വെച്ച് ഇതുപോലെ നമ്മുടെ ഷോൾഡർ, അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അത്രയും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വകന്ന് ഓരോ പ്ലീറ്റ്സ് നന്നായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു പിന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഷോൾഡറിൻ്റെ ലെങ്ത് വരെ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ സാരി എടുക്കുമ്പോഴേ ഒരു അടയാളം പോലെ ഒരു പിന്ന് വെച്ചിട്ട് അത്രയും ഭാഗം ഇതുപോലെ പ്ലീറ്റ്സ് വെക്കുക. ഞാൻ പക്ഷേ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഫുള്ള് എടുത്തിട്ടാണ് ഷോൾഡറിൽ ഇട്ട് നോക്കിയിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നോക്കിയിട്ടാണ് പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ പ്ലീറ്റ്സ് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സ്പ്രെഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ചെസ്റ്റ് വീതി ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ചെസ്റ്റ് വീതി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ടേപ്പ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ ആ നിപ്പിൾ ലൈനിൽ കൂടെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു എത്രത്തോളം നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം എത്രയാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയത് അത്രയും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ പിന്നീട് അയൺ ചെയ്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വീതി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണം കേട്ടോ നിർബന്ധമായിട്ട്. അപ്പോൾ പലർക്കും അത് പല മെഷർമെൻറ്റാണ്.
ഇപ്പം സാരിയൊക്കെ ബോക്സ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ ഇത് അറിയാൻ പറ്റും. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ മെഷർമെൻറ്റിൻ്റെ അത്രയും ഞാൻ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്സ് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് അയൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ്സ് ഒക്കെ നന്നായിട്ട് വെക്കുക കേട്ടോ. ഒരു ഏകദേശം ഒരേ ലെവലിലൊക്കെ തന്നെ നന്നായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഏരിയയിലാണ് എനിക്ക് ചെസ്റ്റ് പ്ലേറ്റ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് ഞാൻ സ്പ്രെഡ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തിട്ട് നമുക്ക് മുകളിലൊരു പിന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അയൺ ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമല്ല, കുറച്ച് അധികം താഴോട്ടും ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളിങ്ങനെ ഉടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ച് വരുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് പിടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അയൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അയൺ ചെയ്യുകയാണ്. ഇനി കുറച്ചുകൂടി താഴോട്ട് പിടിച്ചിട്ടും ഒന്നുകൂടെ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം അങ്ങനെ നമ്മൾ സാരി പ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു മേശയുടെ വീതിയൊക്കെ അനുസരിച്ച് ഇരിക്കും കേട്ടോ. വലിയ മേശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 തവണ ചെയ്താൽ മതി. ഇതിപ്പോൾ കുഞ്ഞൊരു ഒരു വിട്ട് കുറഞ്ഞൊരു മേശയാണ് കേട്ടോ, ടേബിളാണ്. അതുകൊണ്ടാണ് ഞാൻ 2-3 തവണയായിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ പ്ലീറ്റ്സ് എന്ത് അടിപൊളിയായിട്ട് നല്ല ഒരേ ലെവലിന് സൂപ്പറായിട്ടല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് താഴെയുള്ള ഞൊറിയുടെ ഇതാണ് നോക്കേണ്ടത് കേട്ടോ. താഴെയുള്ള പ്ലീറ്റ്സിൻ്റെ ഇതാണ് നോക്കേണ്ടത്. അതിന് നമ്മൾ സാരി ഇതുപോലെ എടുത്തൊന്ന് ഷോൾഡറിൽ വെക്കുക. എന്നിട്ട് ഇത് ഞാൻ മറ്റേ വീഡിയോയിൽ നല്ലോണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മറ്റേ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇത് എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ അവിടെയായിട്ട്, അതായത് റൈറ്റ് ഹാൻഡ് ഒന്ന് അറ്റൻഷൻ പൊസിഷനിൽ വെക്കുമ്പോൾ നമ്മുടെ നമ്മുടെ മിഡിൽ ഫിംഗർ വരെ ടച്ച് ചെയ്യണ എവിടെയാണ് അവിടെ ഒരു പ്ലീറ്റല്ല, ഒരു പിന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ സാരി ഇങ്ങനെ ഉടുക്കില്ല അതുപോലെ വെച്ചിട്ട് നമ്മുടെ സെൻറ്ററിൽ, അതായത് നമ്മുടെ ബെല്ലി ഏരിയയിൽ വന്നിട്ട് അവിടെ ഒരു പിന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റേ വീഡിയോയിൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർഡിലോ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ 2 അടയാളമായിട്ട് പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗത്താണ് നമ്മൾ ഞൊറിയെടുക്കാനുള്ളത് കേട്ടോ. അതായത് നമ്മുടെ അപ്പർ പ്ലേറ്റ്സിൻ്റെ ആ ഭാഗം തൊട്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് അപ്പർ പ്ലേറ്റ്സ് എടുത്തതിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ ആ കണ്ടിന്യൂറ്റി വരുന്നത്. അവിടെ മുതൽ ഞൊറിയെടുത്ത് വരിക കേട്ടോ. ഞൊറിയെടുത്തിട്ട് അത് നമ്മൾ സാധാരണ ഞൊറിയെടുക്കുന്ന മാതിരി ഞൊറിയെടുക്കുക. അപ്പോൾ 2 പിന്ന് എവിടെയാണ് അവസാനിപ്പിക്കുക, ആ ഫസ്റ്റ് പിന്ന് മുതൽ രണ്ടാമത്തെ പിന്ന് എവിടെയാണോ കുത്തിയിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേണം ഈ ഒരു ഞൊറി നിൽക്കാനായിട്ട്. അപ്പോൾ അതുവരെ കൊണ്ടുവന്ന് ഞൊറിയെടുത്ത് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് മെസ്സി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ സാരി വെക്കുന്ന ആ പിന്നുണ്ടല്ലോ, സാരി ഹോൾഡർ, ആ പിന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഞൊറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരിക്കുന്നതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പിന്നൊന്ന് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ച് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെക്കുകയാണ്. പിന്നെ പ്ലീറ്റ്സ്, അതായത് താഴത്തെ ഞൊറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഞൊറിയും കൂടെ ഒരുമിച്ച് വെക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് സാരി ഉടുക്കാൻ നേരത്ത് നമ്മൾ ഞൊറി കുത്തി ഉള്ളിലേക്ക് വെക്കുമ്പോഴേക്കും ഒത്തിരി വയറുള്ള പോലെ തോന്നിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഞൊറിയും ഇങ്ങനെ ഒരു നമ്മുടെ ലിറ്റിൽ ഫിംഗറിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. താഴത്തെ ഞൊറി നല്ല വിടർന്നത് പോലെ ഇരിക്കും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് അധികം വയറും തോന്നിക്കില്ല, എന്നാൽ ഞൊറിയൊക്കെ നല്ല വിടർന്നത് പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുമിച്ച് വെക്കാതെ, ഒരേ ലെവലിൽ വെക്കാതെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത്, ഒത്തിരി ഡിസ്റ്റൻസിൽ സ്പ്രെഡ് ചെയ്യണ്ട. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ലിറ്റിൽ ഫിംഗറിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ ഓരോന്നും ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുമിച്ച് വെക്കാതിരിക്കുക, ഒരേ ലെവലിൽ വെക്കാതിരിക്കുക കേട്ടോ. മാക്സിമം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഭംഗിയും നല്ല നീറ്റായിട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിതേ ഇപ്പം അങ്ങനെ വെച്ചിരുന്ന എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒത്തിരി താഴത്തെ ഞൊറി ഒത്തിരി അയൺ ചെയ്ത് പ്രസ് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. താഴത്തെ ഞൊറികൾ കുറച്ച് വിടർന്നിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ബോക്സ് ഫോൾഡൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ അയൺ ചെയ്യുന്നതായിരിക്കും നല്ല. ചില സാരികൾ നമ്മൾ എത്ര ഇതാക്കിയാലും ഒതുങ്ങില്ല. അപ്പോൾ അങ്ങനെയുള്ള സാരികൾ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴത്തെ ഞൊറിയും നന്നായിട്ട് ലെവൽ ചെയ്ത് വെച്ച് ഇതുപോലെ 3 പിന്ന് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആ ഒരു ഇതൊക്കെ അങ്ങ് പോവും, ആ ഒരു നമ്മൾ നീറ്റാക്കി വെച്ചിരിക്കുന്ന ലെവലൊക്കെ അങ്ങ് പോവും. അതുകൊണ്ടാണ് ഇതുപോലെ 3 പിന്ന് കൊടുത്തത്. മുകളിലും നടുക്കും താഴെയായിട്ട് കൊടുത്തു.
അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സാരീസ് പ്രീപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഡി ടു വെയർ സാരി പോലെ 2 മിനിറ്റ് കൊണ്ട് സാരി ഉടുത്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല നീറ്റായിട്ട് സാരി ഇരിക്കുകയും ചെയ്യും. വളരെ എളുപ്പമാണ് കേട്ടോ ഉടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തലേദിവസം സാരി ഇതുപോലെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ 4 മണി 3 മണിക്കൊക്കെ എവിടെയെങ്കിലും ഇതുപോലെ പൊങ്കാലയോ ടെമ്പിളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തലേദിവസം നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്വന്തമായിട്ട് ഉടുത്തിട്ട് എവിടെ വേണേലും പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബായ്.